ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ദൈവിക പദ്ധതിയുടെ ആത്മീയത ധ്യാനിക്കാം. ഇന്ന് ആഗോള തിരുസഭ യേശുവിൻ്റെ പ്രിയ അപ്പോസ്തലന്മാരിൽ ഒരുവനായ വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഈ വിശുദ്ധ ദിനത്തിൻ്റെ നന്മകളും പ്രാർത്ഥനകളും നേരുന്നു. മറ്റെല്ലാ അപ്പോസ്തലന്മാരിൽ നിന്നും വ്യത്യസ്തനായി കർത്താവ് സ്നേഹിച്ച, കർത്താവിനാൽ കൂടുതൽ സ്നേഹിക്കപ്പെട്ട, കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട അപ്പോസ്തലനെന്ന് സ്വയം അഭിമാനപൂർവ്വം പറയുവാൻ ഇഷ്ടപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു യോഹന്നാൻ. യേശുവിനോടൊപ്പമുള്ളതിൽ യേശുവിനേക്കാൾ പ്രായക്കുറവുള്ള ഏക അപ്പോസ്തലനും യോഹന്നാനായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ അനുകമ്പാർദ്രമായ സ്നേഹത്തോടെ, സ്വാതന്ത്ര്യത്തോടെ യേശുവിനോട് ഈ അപ്പോസ്തലൻ ഇടപെട്ടിരുന്നു. അതിൻ്റെ ഏറ്റവും മനോഹരമായ തെളിവ് നാം കാണുന്നത് വിശുദ്ധ സുവിശേഷത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം വ്യത്യസ്തമായൊരു സുവിശേഷമാണ്. ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ ആരാണെന്ന് ഭൂമിക്ക് വെളിപ്പെടുത്തുന്ന കൃപയുടെ സുവിശേഷം. ഉൽപ്പത്തി മുതൽ ആരംഭിക്കുകയാണ് സുവിശേഷത്തിൻ്റെ ആരംഭം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ ദൈവം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. സുവിശേഷം കടന്നു പോകുന്ന വഴികളിലെല്ലാം നാം കാണുന്നത് വ്യത്യസ്തതകളുടെ ആത്മീയതയാണ്. അത്ഭുതങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ ക്രിസ്തു ചെയ്ത ബാഹ്യമായ പ്രവൃത്തികൾക്കപ്പുറമുള്ള ആന്തരികവും ആധ്യാത്മികവുമായ അർത്ഥങ്ങൾ തിരിച്ചറിയാൻ ബലം നൽകുന്ന ഒരു സുവിശേഷം. ആ സുവിശേഷം കൊണ്ട് എത്തിക്കുന്നതോ നിത്യജീവന്റെ കൃപയിലേക്കാണ്. ഞാൻ ഇവ തന്നെ എഴുതുന്നത് നിങ്ങൾ അവർ വിശ്വസിക്കേണ്ടതിനും അങ്ങനെ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കേണ്ടതിനു വേണ്ടിയാണ്. വീണ്ടും യോഹന്നാൻ പറയുന്നുണ്ട്, ക്രിസ്തു ചെയ്ത എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും പഠിപ്പിച്ച എല്ലാ പഠനങ്ങളും ഈ സുവിശേഷത്തിലില്ല. അവയെല്ലാം എഴുതിയാൽ ആ ഗ്രന്ഥം ലോകത്തിന് തന്നെ ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നിത്യജീവൻ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സുവിശേഷം നമുക്കായി നൽകി. തീർന്നില്ല, 3 ലേഖനങ്ങളാണ് യോഹന്നാന്റെ പേരിൽ വിശുദ്ധ ബൈബിളിൽ ഉള്ളത്. വിശുദ്ധ ബൈബിളിലെ അവസാനത്തെ ഗ്രന്ഥമായ വെളിപാടും ഈ യോഹന്നാന് ലഭിച്ച സ്വർഗീയ അനുഭൂതിയുടെ ആത്മീയ അനുഭവമാണ്. ഈ വിശുദ്ധനെയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുക. ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ഏറ്റവും മഹത്തായ സാക്ഷ്യം യോഹന്നാനാണ്. ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നതും അതാണ്. അതിരാവിലെ കല്ലറയിലേക്ക് തിടുക്കത്തിൽ ഓടുന്ന യോഹന്നാന്റെ മനസ്സ് ഒരു ആത്മീയതയുടെ പിൻബലം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ലോകത്തിന് ക്രിസ്തുവിനെ യഥാർത്ഥ സാക്ഷിയായി നൽകുന്ന യോഹന്നാനെ കാണാൻ കഴിയും. യേശുവിൻ്റെ ഉത്ഥാനത്തിന് തൻ്റെ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും തൊട്ടനുഭവിച്ചതുമായ ജീവന്റെ സമൃദ്ധി നൽകിയത് യോഹന്നാന്റെ സുവിശേഷത്തിലൂടെയാണ്. ഏറ്റവും ദീർഘമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉത്ഥാന വിവരണം നൽകപ്പെട്ടിരിക്കുന്നതും യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ ഇവിടെയില്ല. ക്രിസ്തുവിന്റെ ഉത്ഥാനമാണ് വിശ്വാസത്തിന്റെ എല്ലാത്തിൻ്റെയും അടിത്തറയെന്ന് പഠിപ്പിച്ചതും യോഹന്നാന്റെ സുവിശേഷമാണ്. അങ്ങനെ ഇന്ന് നാം ധ്യാനിക്കുന്ന, ഇന്ന് നാം തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ നമുക്ക് ഏവർക്കും ക്രിസ്തു സ്നേഹത്തിൻ്റെ ഒരു മഹനീയ മാതൃകയാണ്. യഥാർത്ഥത്തിൽ മറ്റ് 11 അപ്പോസ്തലന്മാരും ധീര രക്തസാക്ഷികളായി രക്തം ചിന്തി ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചപ്പോൾ സ്വാഭാവികമായി സ്നേഹം നൽകി സാക്ഷ്യം വഹിച്ച് കടന്നുപോയ ഒരു അപ്പോസ്തലൻ കൂടിയാണ് യോഹന്നാൻ. ഈ അപ്പോസ്തലൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് വചനത്തെ കൂടുതൽ ആഴമായി സ്നേഹിക്കാൻ, വചനാധിഷ്ഠിതമായി ജീവിക്കുവാൻ, വചനത്തിൻ്റെ ആന്തരികമായ അർത്ഥം ഉൾക്കൊള്ളാൻ, ആ കൃപ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ക്രിസ്തു സ്നേഹത്താൽ ബലപ്പെടുത്താൻ നമുക്ക് സാധ്യമാകണം. യോഹന്നാൻ അപ്പോസ്തലന് യേശുവിനോടുണ്ടായിരുന്ന സവിശേഷമായ സ്നേഹം നമ്മളിൽ ഓരോരുത്തരിലും സമൃദ്ധമായി വർഷിക്കപ്പെടേണ്ടതാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹവും ആ സ്നേഹത്തിൻ്റെ ആഴവും നാം അനുഭവിച്ചു കഴിയുമ്പോൾ യോഹന്നാനെ പോലെ ക്രിസ്തുവിൻ്റെ നെഞ്ചിൽ ചാരിക്കിടക്കുവാൻ കഴിയത്തക്ക വിധം നമ്മൾ ആത്മീയ സ്വാതന്ത്ര്യമുള്ളവരായി തീരും. നമുക്കും കൂടുതൽ ആത്മീയ കൃപയിൽ
ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ ഇടം നൽകത്തക്ക വിധം നന്മയുടെ ജീവിതം നയിക്കുവാൻ കൃപാവരം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.